ഇപ്പോൾ പോളിംഗ് ശതമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. 20 മണ്ഡലങ്ങളും രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ്. പലയിടത്തും 6:15 കൂടി തന്നെ വലിയ ക്യൂ കണ്ടിരുന്നു. ആദ്യ മണിക്കൂറിൽ സംസ്ഥാനത്ത് 6.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആദ്യ ഒരു മണിക്കൂറിലെ പോളിംഗ് കണക്കാണ് 6.5%. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തേക്കാൾ ഉയരുമോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഉദ്വേഗം. 77.84 കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം. നിശ്ചയമായും. കാരണം വെച്ചാൽ ഈ അടുത്ത 2-3 മണിക്കൂറുകൾ വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു സ്മൃതി. കാരണം വെച്ചാൽ കേരളത്തിലൊരു കാലാവസ്ഥ നമുക്കറിയാം, വലിയ ചൂടാണ്. സ്വാഭാവികമായും 11 മണി 12 മണിക്ക് മുമ്പെങ്കിലും വോട്ട് ചെയ്ത് പോകാനായിരിക്കും എല്ലാവരും തീരുമാനിക്കുക. പിന്നെ സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ കാലാവസ്ഥ കൂടുതൽ ചൂടിൻ്റെ ഒരു ഊഷ്മാവ് ഉയരുന്നതിനനുസരിച്ച് വോട്ടിംഗ് ശതമാനം കുറയുകയാണ് ചെയ്യുക. പിന്നീട് ഒരു 3 മണിക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും ഒരു തിരക്ക് പ്രതീക്ഷിച്ചാൽ മതിയാകും. അതുകൊണ്ട് ആദ്യത്തെ ഈ പറയുന്ന രാവിലെ 7 മണിക്ക് തുടങ്ങി ഏതാണ്ട് 12 മണി വരെയുള്ള 5 മണിക്കൂറുകളിൽ എങ്ങനെ പോളിംഗ് നടക്കുന്നു എന്നുള്ളത് നിശ്ചയമായും പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ച സൂചന നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉച്ച സമയത്ത് കുറച്ചു നേരം വോട്ട് വല്ലാതെ താഴാൻ സാധ്യതയുണ്ട്. പറഞ്ഞ ഒരു 12 മണിക്കൊക്കെ ശേഷം 2 മണി വരെയൊക്കെയുള്ള സമയത്ത് സാധാരണഗതിയിൽ തന്നെ വോട്ട് ശതമാനം പോളിംഗ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ വലിയ ചൂടിൻ്റെ അന്തരീക്ഷം നിശ്ചയമായും ആളുകളെ നേരത്തെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ കാണുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ് അല്ലേ? ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ ആളുകൾ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങിയിരുന്നു. 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും മറ്റ് തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ സമാധാനപരമായി കൃത്യമായി പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഫീൽഡിൽ നമുക്ക് ലഭിക്കുന്നത്. കെ മുരളീധരൻ വോട്ട് ചെയ്യുന്നു. അദ്ദേഹം തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുകയാണ്. VS സുനിൽകുമാറിന്റെ ദൃശ്യം കൂടിയേ കാണാനുള്ളൂ. നേരത്തെ സുരേഷ് ഗോപി കുടുംബമായിട്ട് തന്നെ തൃശ്ശൂരിൽ ഒരു ബൂത്തിൽ വന്ന് വോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ വോട്ടൊക്കെ തൃശ്ശൂരിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ, ഒരു സംശയവുമില്ല. കേരളം വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. കെ മുരളീധരൻ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ രൂപപ്പെട്ട വിപ്ലവമായിരുന്നു. പത്മജ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഏക സഹോദരി BJPയിലേക്ക് ചുവടുമാറിയ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ കൂടി അദ്ദേഹത്തിന് അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ തീർത്തും വെല്ലുവിളി നിറഞ്ഞ ഒരു മത്സരമാണ് കെ മുരളീധരൻ അവിടെ നേരിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. VS സുനിൽകുമാറിനെ പോലെ അതിശക്തനായ ഒരു കാൻഡിഡേറ്റിനെ തന്നെ തൃശ്ശൂർ ഇറക്കിക്കൊണ്ടാണ് വലിയ മത്സരം ഇടതുപക്ഷം കാഴ്ചവെച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിൽ വോട്ട് ഉയർത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ 2 തവണ വന്ന് തൃശ്ശൂരിൽ പ്രചാരണം നടത്തുന്നതിന് കൂടി ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു കാൻഡിഡേറ്റിന് വേണ്ടി പ്രചാരണം നടത്തുക എന്ന് പറയുന്ന അത്യപൂർവമായ കാര്യമാണ്. തൃശ്ശൂരിൽ അത് സംഭവിക്കുകയുണ്ടായി. ആ അർത്ഥത്തിലൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. പക്ഷേ തൃശ്ശൂരിൻ്റെ മനസ്സ് എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് അറിയാൻ നമ്മൾ ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും രാജ്യത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടെടുപ്പിൽ കേരളം പങ്കാളിയാകുന്ന ഈ ദിവസത്തിൽ അത്യാവേശപൂർവമായ പോളിംഗ് ആണ് നമുക്ക് കാണാൻ. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം.